ബേസിക് സയൻസിന്റെ ഫസ്റ്റ് പാർട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സയൻസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് എല്ലാം പഠിച്ച് നമ്മളിപ്പോ സെക്കൻഡ് പാർട്ടിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക് സയൻസിലെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്കറിയാം നമ്മളുടെ സറൗണ്ടിങ്സിൽ നമ്മൾക്ക് എല്ലാവർക്കും, ഹ്യൂമൻ ബീങ്സിന് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡറിൽ അടുക്കി വെക്കുക എന്നുള്ളത്, അല്ലെ? എല്ലാം കറക്റ്റ് ആയിട്ട് അടുക്കി വെക്കുക എന്നുള്ളത്. അപ്പം സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ അടുക്കളയിൽ നമ്മളുടെ അമ്മമാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ അമ്മമാര് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പം മസാലകൾ, ഇപ്പൊ ചിക്കൻ മസാല, അതുപോലെ തന്നെ ബീഫിന് വേണ്ടിയിട്ടുള്ള മസാലകൾ, അതുപോലെ എന്താണ് ഓരോരോ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള മസാലകൾ, ഇതെല്ലാം തന്നെ സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, അവർ ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കും വെക്കുന്നത്. അതുപോലെ തന്നെ ആയിക്കോട്ടെ, പഞ്ചസാര ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് പച്ചക്കറികൾ ആയിക്കോട്ടെ, ഇതെല്ലാം ഈ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സാധനങ്ങൾ അവർക്ക് ക്യാരി ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പരിപാടികൾ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഈ ഇമേജിൽ കാണിച്ചേക്കുന്ന പോലെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. അറേഞ്ച് ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്തായിരിക്കും? ഇപ്പൊ അടുക്കളയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ റൂമിൽ തന്നെയാണെങ്കിൽ പോലും നമ്മൾ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്നതുകൊണ്ട് എന്തായിരിക്കും ഗുണം? നമുക്ക് പെട്ടെന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് കറക്റ്റ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മളോട് ഒരു പെട്ടെന്ന് സാധനം നമുക്ക് എടുത്തു തരാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ? അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സ്കൂളിലെ ലൈബ്രറികൾ. നമ്മളുടെ ലൈബ്രറി ഒബ്സർവ് ചെയ്താലും നമുക്ക് മനസ്സിലാവും, നമ്മളുടെ ഓരോ ബുക്കുകളും, അതായത് പല ടൈപ്പ് ഓഫ് ബുക്സ് നമ്മൾക്ക് ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ചിലത് നോവൽസ് ഉണ്ടായിരിക്കും, അതുപോലെ എന്താണ് ഷോർട്ട് സ്റ്റോറീസ് ഉള്ളതുകൊണ്ടായിരിക്കും, അതുപോലെ തന്നെ പോംസ് ഉള്ളതുകൊണ്ടായിരിക്കും, അതുപോലെ ഓരോരോ കാറ്റഗറിയിൽപ്പെട്ട ജേണൽസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള ബുക്കുകൾ, ഒരുപാട് കാറ്റഗറിയിലുള്ള ബുക്കുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ലൈബ്രറിയിലുള്ള നമ്മുടെ ലൈബ്രറിയിൽ എന്തായിരിക്കും ചെയ്യുന്നത്, അവർ ഇപ്പൊ നോവൽസിനെ എല്ലാം കൂടി ഒരുമിച്ച്, അതും ഇംഗ്ലീഷ്, മലയാളം, ഓരോ ലാംഗ്വേജിനെ അനുസരിച്ച് അവർ അറേഞ്ച് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ സബ്ജക്ട് ബുക്കുകളാണെങ്കിൽ ബയോളജിക്ക് ഒരു റാക്ക്, അതുപോലെ കെമിസ്ട്രിക്ക് ഒരു റാക്ക്, ഫിസിക്സിന് ഒരു റാക്ക്, മാത്സിന് ഒരു റാക്ക്, അങ്ങനെ ഓരോരോ സ്ഥലത്ത് സ്പെസിഫിക് ആയിട്ടായിരിക്കും അടുക്കി വെക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ അടുക്കി വെക്കുന്നതുകൊണ്ട് എന്തായിരിക്കും ശരിക്കും ഗുണം? ചോദിക്കേ, നമുക്ക് പെട്ടെന്ന് മാത്സിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് വേണം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു മാത്സ് സബ്ജക്റ്റ് ഒക്കെ വിടും, നമുക്ക് നമ്മളുടെ ചെറിയ കുഞ്ഞു കഥകൾ കിട്ടുന്ന, അല്ലെങ്കിൽ സ്റ്റോറീസ് കിട്ടുന്ന ചില ബുക്കുകൾ, അല്ലെങ്കിൽ ചില നോവൽസ് കിട്ടുന്ന ബുക്കുകൾ നമുക്ക് വേണം. അപ്പൊ നോവൽസ് എല്ലാം കൂടി ഒരിടത്ത് ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏത് നോവലാണോ വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? പെട്ടെന്ന്. അതേ സമയത്ത് കഥയും കവിതയും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള നോട്ടുകളും എല്ലാം കൂടി ഒരൊറ്റ സ്ഥലത്താണ് കൊണ്ട് വെച്ചേക്കുന്നതെങ്കിൽ ഈ പറയുന്ന ആ നോവൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലെ? നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെ? അപ്പൊ ഇത്തരത്തില് എന്ത് ചെയ്യാണ്, ഓരോന്നിനെയും അതിന്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യായിരിക്കും, കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണ് ഈ പറയുന്ന നമ്മുടെ ലൈബ്രറിയിലും, അതുപോലെ തന്നെ നമ്മൾ മുമ്പേ കണ്ട നമ്മളുടെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഹ്യൂമൻസിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു നേച്ചറാണ്, എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ബയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തത് എന്താണ്, നമ്മളുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന ലിവിങ് ആയിട്ടുള്ള തിങ്സിനെ കുറിച്ചാണ് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നത്, അല്ലെ? അതായത് ചിലപ്പോൾ അതല്ല ആനിമൽസ് ഉണ്ടായിരിക്കാം, പ്ലാന്റ്സ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല തരത്തിലുള്ള ഓർഗാനിസത്തിനെ കുറിച്ചാണ് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ ലിവിങ് തിങ്സിനെ കുറിച്ചാണ് നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ആനിമൽസിനെ ഒക്കെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് എന്നല്ല, ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒന്നിൽ ഒരു എലഫന്റും അതുപോലെ ഒരു ക്യാറ്റിനെയുമാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്, അല്ലെ? ഇത് രണ്ട്
ടൈപ്പ് ഓഫ് ആനിമൽസ് ആണ്. പക്ഷെ എന്താണ്, ഇവയ്ക്ക് അവരുടേതായിട്ടുള്ള ചില സിമിലാരിറ്റീസും ഉണ്ട്, ചില ഡിഫറൻസുകളും ഉണ്ട് അല്ലെ. ഇപ്പം ഇവരെ നമുക്ക് തമ്മിൽ ക്ലാസിഫൈ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പല രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾ അതിനെ ക്ലാസിഫൈ ചെയ്യും അല്ലെ. ഇതിനെ നിങ്ങൾ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്താണ്, ഇതിന്റെ കളർ ചിലപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യാം. ഒന്നിന്റെ കളർ ആയിരിക്കത്തില്ല മറ്റേതിന്. അപ്പം കളർ ഒരു ഫാക്ടർ ആയിട്ട് നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു കളർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആയിട്ട് എടുക്കാം. അതുപോലെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫാക്ടർ ആയിട്ട്, അത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചെറുതും ലാർജ് ആയിട്ടുള്ളതും സ്മോൾ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. അപ്പം ലാർജ് സ്മോൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ നമുക്ക് നടത്താം. അതുപോലെ അതിന്റെ സൈസ്, ആന എന്ന് പറയുന്നത് വലിയൊരു ജീവിയാണ് അല്ലെ, പക്ഷെ അതേ സമയത്ത് ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ ജീവിയാണ്. അപ്പൊ അതിന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഫീഡിങ് ഹാബിറ്റ്സ്, ഇപ്പം നമ്മളുടെ ആനയുടെ കേസ് നോക്കുവാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി എന്താണ്, വെജിറ്റേറിയൻ ആണ് അല്ലെങ്കിൽ ഒരു ഹെർബിവോറസ് ആണ് അല്ലെ. അതേ സമയത്ത് ക്യാറ്റ് എന്ന് പറയുന്നത് ഹെർബിവോർ ആണോ? അല്ല, അതൊരു കാർണിവോർ ആണ് അല്ലെ. കാരണം അതെന്താണ്, ഏതെങ്കിലും ഒക്കെ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആര് ജീവിക്കുന്നത്, നമ്മളുടെ ക്യാറ്റ്സ് ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗാനിസത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം ചുമ്മാ ഒരു ഓർഗാനിസത്തിനെ തന്നപ്പോൾ തന്നെ നമുക്ക് ഇത്രയും കാറ്റഗറൈസേഷൻ നമുക്ക് വന്നു. അതായത് അതിന്റെ സൈസ്, ഷേപ്പ്, അതുപോലെ തന്നെ അതിന്റെ കളറ്, പിന്നെ അതിന്റെ ഫീഡിങ് ഹാബിറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പക്ഷെ ഇതെല്ലാം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷന്റെ മെത്തേഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ഇതിന്റെ കളർ എന്ന് പറയുന്നത്, ഇപ്പൊ ആനയുടെ കളർ അല്ലെങ്കിൽ നമ്മളുടെ ക്യാറ്റിന്റെ കളറേഷൻ എന്ന് പറയുന്ന ഒന്നും അതിന്റെ ആക്ടിവിറ്റീനെ ഒന്നും എന്ത് ചെയ്യുന്നതല്ല, വലിയ രീതിയിൽ അഫക്ട് ചെയ്യുന്ന ഒന്നുമല്ല. അതുപോലെ തന്നെയാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ആക്ടിവിറ്റീസിനെ വലിയധികം അഫക്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ആണെങ്കിൽ ഒരുപാട് നമ്മളിപ്പോ ഒരു ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറെ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസിനെ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിൽ അല്ലെങ്കിൽ പല കീസ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഗാനിസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തെ സൈസ് എന്ന് പറയുന്നതും ഷേപ്പ് എന്ന് പറയുന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എന്തിന് യൂസ്ഫുൾ അല്ല, ഈ പറയുന്ന ക്ലാസിഫിക്കേഷന് വേണ്ടി നമുക്ക് എന്താണ് സയന്റിഫിക്കലി നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേ സമയത്ത് ഇവരെന്താണ്, വിവി പാരസ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ. പ്രസവിച്ച് പാലൂട്ടി വളർന്നതാണ്. അതുപോലെ തന്നെ ഇവർക്ക് എന്താണ്, മാമറി ഗ്ലാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാമറി ഗ്ലാൻസ് എന്താണ്, ഇവർക്ക് എന്താണ്, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്താണ്, പാല് കൊടുത്ത് വളർത്തുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ക്യാറ്റും അതുപോലെ തന്നെ ഇലഫൻസും അല്ലെ. ഇത്തരത്തിൽ നമുക്ക് ചില കാറ്റഗറീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫിക് ആയിട്ട് ഇത്തരത്തിലുള്ള ഓർഗാനിസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അതാണ് ഇതാണെന്നൊക്കെ ടീച്ചർ പറഞ്ഞു. അപ്പോ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ? ഇപ്പൊ പറഞ്ഞു എന്താണ്, ഇതിനകത്ത് കുറെ സിമിലാരിറ്റീസും കുറെ ഡിസിമിലാരിറ്റീസും ഈ പറയുന്ന ഓർഗാനിസംസ് തമ്മിലുണ്ട്. വെറും രണ്ട് ഓർഗാനിസിനെ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. അവിടെ എന്താണ്, ഒരുപാട് സിമിലാരിറ്റീസും ഒരുപാട് ഡിഫറൻസസും ഈ പറയുന്ന ഓർഗാനിസംസ് തമ്മിലുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസസിനെയും സിമിലാരിറ്റീസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് ഓരോരോ ഗ്രൂപ്പായിട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിരിക്കുന്ന ഒരു ഇമേജ് ആണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഓർഗാനിസത്തിനെ കാണാനായിട്ട് പറ്റും അല്ലെ. കാണാൻ പറ്റുന്നില്ലേ? എന്തൊക്കെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്? നമ്മുടെ ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, അതുപോലെ സ്പൈഡർ ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, സ്നെയിൽ ഉണ്ട്, അതുപോലെ എന്താണുള്ളത്, ഹൗസ് ഫ്ലൈ ഉണ്ട് അല്ലെ. ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ഓർഗാനിസത്തിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പൊ ടീച്ചർ പറയുവാണ് പെട്ടെന്ന് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറയുവാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇതിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ചിലതിന് എന്തുണ്ട്, വിങ്സ് ഉണ്ട് അല്ലെ. ചിലതിന് വിങ്സ് ഉണ്ട്, എന്നാൽ ചിലതിന് വിങ്സ് ഇല്ല. അപ്പൊ വിങ്സ് ഉള്ള ഓർഗാനിസംസ് ഏതൊക്കെയാ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുമ്പം വിങ്സ് ഉള്ള ഓർഗാനിസിനെയും ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിങ്സ് ഇല്ലാത്ത ഓർഗാനിസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ ഏതൊക്കെയാണ് വിങ്സ് ഉള്ളത്? നമ്മളുടെ ഡ്രാഗൺ ഫ്ലൈക്ക് വിങ്സ് ഉണ്ട്,
അതുപോലെ നമ്മുടെ ബട്ടർഫ്ലൈക്ക് വിങ്സ് ഉണ്ട്, പിന്നെ ഹൗസ് ഫ്ലൈക്ക് വിങ്സ് ഉണ്ട്, പിന്നെ വേറെ എന്തിനെങ്കിലും വിങ്സ് ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ, എന്തിനെങ്കിലും. നമ്മുടെ സ്പൈഡറിനും ഇല്ല, സ്നെയിലിനും ഇല്ല. ഗ്രാസ് ഹോപ്പറിന് ഉണ്ടോ? നമ്മുടെ ഗ്രാസ് ഹോപ്പറിനും എന്തുണ്ട്? വിങ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഒറ്റ നോട്ടിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? വിങ്സ് ഉള്ള ഒരു കാറ്റഗറിയും ഉണ്ട്, അതുപോലെ തന്നെ വിങ്സ് ഇല്ലാത്ത കുറച്ച് ഓർഗാനിസംസും നമുക്ക് ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഈ പറയുന്ന ഓർഗാനിസത്തിനെ നമുക്ക് എന്തിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇൻ ദ പ്രസൻസ് ഓഫ് വിങ്സ്. വിങ്സ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ട് ഈ തന്ന ഓർഗാനിസിനെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഏതിനൊക്കെയാണ്? ഡ്രാഗൺ ഫ്ലൈക്കും ബട്ടർഫ്ലൈസിനും അതുപോലെ ഹൗസ് ഫ്ലൈക്കും പിന്നെന്താണ് നമ്മുടെ ഗ്രാസ് ഹോപ്പറിനും ഒക്കെ എന്തുണ്ട്? വിങ്സ് ഉണ്ട്. എന്നാൽ നമ്മുടെ സ്നെയിലിനും സ്പൈഡറിനും എന്തെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന വിങ്സ് ഇല്ല. അപ്പൊ നമുക്ക് വിങ്സ് ഉള്ളതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഇതിനെ എന്താണ്? വിങ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് വിങ്സ്. വിങ്സിന്റെ പ്രസൻസിനെയും ആബ്സെൻസിനെയും ബേസ് ചെയ്തിട്ടാണ് എന്തിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ഈ നമുക്ക് തന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇനിയും ഈ വിങ്സ് ഉള്ള ഓർഗാനിസത്തിനെ തന്നെ നമ്മൾ എടുക്കുവാണെങ്കിലും ഇതിന്റെ അകത്ത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ വിങ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസിനെ നമ്മൾ ഇവിടെ കണ്ടു. അപ്പൊ ഈ പറയുന്ന വിങ്സ് ഉള്ളതിനെ തന്നെ നമുക്ക് വീണ്ടും എങ്ങനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ വിങ്സ് ഉള്ള ഓർഗാനിസത്തിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പറ്റുമോ? നമുക്ക് ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ മനസ്സിലാവും. ചിലതിന് 4 ചിറകുകളുണ്ട്, ചിലതിന് 2 ചിറകുകളെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ അല്ലെ? നമ്മൾ വിങ്സ് ഇല്ലാത്ത ഓർഗാനിസിനെ നമ്മൾ അവിടെ ഉപേക്ഷിക്കുന്നു. നമ്മളിപ്പോ നമ്പേഴ്സ് കൂടുതലുള്ള നമ്മളുടെ വിങ്സ് ഉള്ളതിനെ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിനകത്ത് എത്ര നമ്പർ വിങ്സ് അല്ലെങ്കിൽ എത്രമാത്രം വിങ്സ് ഇതിൽ പ്രസന്റ് ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ചിലതിന് എന്താണ്? ഒരു പെയർ വിങ്സ് അല്ലെങ്കിൽ 2 വിങ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ചിലതിന് എന്തുണ്ട്? 2 പെയർ ഓഫ് വിങ്സ്, അതായത് 4 വിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഓർഗാനിസംസ് ഏതൊക്കെയാണ് പെട്ടെന്ന് പറഞ്ഞേ? ഏതൊക്കെയായിരിക്കും ഈ പറയുന്ന 4 വിങ്സ് ഉള്ളത് കൊണ്ട് അതുപോലെ തന്നെ 2 വിങ്സ് ഉള്ളത് കൊണ്ട്? അപ്പൊ ഏതൊക്കെയായിരിക്കും വിങ്സ് ഉള്ളത്? 2 പെയർസ് ഓഫ് വിങ്സ് ഉള്ളത് ഏതൊക്കെയായിരിക്കും? 2 പെയർസ് ഓഫ് വിങ്സ് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മളുടെ ഡ്രാഗൺ ഫ്ലൈക്ക് 2 വിങ്സ് അല്ലേ? അതായത് ഇൻ ടോട്ടൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ 1 2 3 and 4 4 വിങ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ബട്ടർഫ്ലൈക്ക് നോക്കുവാണെങ്കിലും 2 ടോപ്പ് റീജിയണിൽ 2 എണ്ണവും അതുപോലെ തന്നെ ലോവർ റീജിയണിലും 2 വിങ്സ് നമുക്ക് കാണാൻ പറ്റും. അതിന് എന്തുണ്ട്? അപ്പം 2 പെയേഴ്സ് ഉണ്ട്, അതായത് 4 വിങ്സ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇനിയും നമ്മളുടെ ഹൗസ് ഫ്ലൈയുടെ കേസിൽ നോക്കുവാണെങ്കിൽ പക്ഷെ നമുക്ക് അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതിനകത്ത് ഒരൊറ്റ പെയർ ഓഫ് വിങ്സ് മാത്രമേ കാണുന്നുള്ളൂ, അതായത് 2 വിങ്സ് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അതുകൊണ്ട് അവ എന്താണ്? 1 പെയർ വിങ് ഉള്ള ഓർഗാനിസം ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഗ്രാസ് ഹോപ്പറിന്റെ കേസിൽ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഗ്രാസ് ഹോപ്പറിനും 2 വിങ്സ് ആണ്, അതായത് 2 പെയർഡ് വിങ്സ് ആണ് കാണപ്പെടുന്നത്. അതായത് 4 വിങ്സ് ആണ് ആർക്കും ഉള്ളത്? നമ്മളുടെ ഗ്രാസ് ഹോപ്പറിനും ഉള്ളത്. അപ്പൊ നമുക്ക് എന്താണ്? എത്ര ഒബ്സർവബിൾ ആയിട്ടുള്ള വിങ്സ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗാനിസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അതിനെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഇപ്പൊ പറഞ്ഞതിനെ നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ട് എത്രമാത്രം ഒബ്സർവബിൾ ആയിട്ടുള്ള വിങ്സ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ഈ വിങ്സ് ഉള്ള ഓർഗാനിസത്തിനെ നമുക്ക് എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ രീതിയിലാണ്? അപ്പൊ എത്രമാത്രം നമ്പർ ഓഫ് വിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്? നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എത്രമാത്രം ഒബ്സർവബിൾ ആയിട്ടുള്ള വിങ്സ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് ഓർഗാനിസത്തിനെ എന്ത് ചെയ്തേക്കുകയാണ്? വിങ്സ് ഉള്ള ഓർഗാനിസത്തിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരൊറ്റ പെയർ ഒബ്സർവബിൾ വിങ്സ് ഉള്ളവര്. ഓക്കെ, ഒരു ഒറ്റ പെയർ മാത്രം, അതായത് 2 വിങ്സ് ഉള്ളത്. അത് ആരായിരുന്നു? നമ്മുടെ ഹൗസ് ഫ്ലൈക്ക് മാത്രമേ എന്തുള്ളൂ?
നമുക്ക് ഈ തന്നിരിക്കുന്ന ഗ്രൂപ്പില് ഹൗസ് ഫ്ലൈക്ക് മാത്രമേ ഒരു പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് ഉള്ളൂ. ഇനി 2 പെയർ അല്ലെങ്കിൽ 2 പെയർസ് ഓഫ് ഒബ്സർവബിൾ വിങ്സ് ഉള്ള ഓർഗാനിസംസും അതിന്റെ അകത്തുണ്ടായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? നമ്മുടെ ഡ്രാഗൺ ഫ്ലൈക്ക് ഉണ്ട്, അതുപോലെ നമ്മുടെ ബട്ടർഫ്ലൈക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാസ് ഹോപ്പറിനും എന്താണ് നമുക്ക് 2 പെയർ ഓഫ് വിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗാനിസത്തിനെ ഇപ്പൊ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആയിരുന്നു. അതിന് വിങ്സ് ഉള്ളതിനെയും വിങ്സ് ഇല്ലാത്തതിനെയും ബേസ് നമ്മൾ ആദ്യം ക്ലാസിഫൈ ചെയ്തു. അതിനുശേഷം എത്രമാത്രം നമ്പർ ഓഫ് വിങ്സ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇൻഡിക്കേറ്റർ എന്താണ്? ഇവിടെ ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്പർ ഓഫ് വിങ്സ്, എത്രമാത്രം വിങ്സ് പ്രസന്റ് ആണ് അല്ലെങ്കിൽ ഒബ്സർവബിൾ ആയിട്ടുള്ള എത്രമാത്രം വിങ്സ് പ്രസന്റ് ആണ് എന്നുള്ളൊരു ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ ഇവിടെ ക്ലാസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്തത്. ഇനി ഈ 2 പെയർസ് ഓഫ് ഒബ്സർവബിൾ വിങ്സ് ഉള്ളതിനെ നമുക്ക് ഒന്നുകൂടി കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ നമുക്ക് 1 പെയർ ഉള്ളതിനകത്ത് പ്രത്യേകിച്ച് ഇനിയും കാറ്റഗറൈസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. പിന്നെ പോയിട്ട് ഇനി നമുക്കുള്ളത് ആരാണ്? 2 പെയർ വിങ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് ഇനിയുള്ളത്. അപ്പൊ ഇനിയുള്ള ഓർഗാനിസത്തിനെ നമുക്ക് ഇനി ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതെങ്ങനെയായിരിക്കും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന ഓർഗാനിസത്തിനൊക്കെ എന്തുണ്ട്? ലെഗ്സ് ഉണ്ട് അല്ലെ, കാലുകളുണ്ട് അല്ലെ. ഈ പറയുന്ന കാലുകളുടെ സൈസ് എന്ന് പറയുന്നത് ചിലതിന് സെയിം സൈസ് ഉള്ള, അതായത് എല്ലാ കാലുകൾക്കും ഒരേ എന്തുണ്ട്? ഒരേ അളവുള്ളവയുണ്ട്. എന്നാൽ ചിലതിന് ഈ ഇപ്പൊ ഗ്രാസ് ഹോപ്പറിന്റെ കേസിൽ നോക്കിയേ, ഒരെണ്ണത്തിന് ഇച്ചിരി വലിപ്പം കൂടുതൽ, ബാക്കിയുള്ളതിനൊക്കെ ഏകദേശം സിമിലർ ആയിട്ടുള്ള അളവ്, അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. അപ്പം ഈ ലെഗ്സിന്റെ പെക്യുലാരിറ്റിയെ ബേസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതിനകത്ത് എന്താണ് നമ്മളുടെ ഏതിനൊക്കെ ആയിരിക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള ലെഗ്സ് ഉള്ളത്, ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ലെഗ്സ് ഉള്ളത് ആർക്കൊക്കെ ആയിരിക്കും? ഒരുപോലെ മീൻസ് എന്താണ്? സൈസിൽ സിമിലാരിറ്റി ഉള്ള ഏതൊക്കെ ആയിരിക്കും? ഡ്രാഗൺ ഫ്ലൈയുടെ ലെഗ് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ടെണ്ണത്തിനും ഏകദേശം സിമിലർ സൈസ് ആണ്. അതുപോലെ നമ്മളുടെ ബട്ടർഫ്ലൈയുടെ കേസിൽ നോക്കുവാണെങ്കിലും ഏകദേശം സിമിലർ സൈസ് ഉള്ള ലെഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഗ്രാസ് ഹോപ്പറിന്റെ കേസിലോ, ഗ്രാസ് ഹോപ്പറിന്റെ കേസിൽ സെയിം സൈസ് ഉള്ള എന്തായിരിക്കും? നമ്മുടെ ലെഗ്സ് ആയിരിക്കത്തില്ല ഉണ്ടായിരിക്കുന്നത്. എല്ലാത്തിനും എന്താണ്? ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിന്റെ സൈസില് എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓർഗാനിസം, ഈ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് എന്താണ്? ലെഗ്സിന്റെ പെക്യുലാരിറ്റിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഈക്വൽ ലെങ്ത് ഉള്ള ലെഗ്സ് ഉള്ളവരും ഉണ്ട്, അൺഈക്വൽ ലെങ്ത് ഉള്ള ലെഗ്സ് ഉള്ളവരും ഉണ്ട്. അപ്പം ഈക്വൽ ലെങ്ത് ഉള്ള ലെഗ്സ് ഏതൊക്കെയാണ്? ലെഗ്സ് ഉള്ള ഓർഗാനിസംസ് ഏതൊക്കെയാണ്? നമ്മളുടെ ഡ്രാഗൺ ഫ്ലൈയും അതുപോലെ തന്നെ നമ്മുടെ ബട്ടർഫ്ലൈക്കും ഏകദേശം ഈക്വൽ ലെങ്ത് ഉള്ള ലെഗ്സ് ആണുള്ളത്. അതേ സമയത്ത് നമ്മളുടെ എന്താണ് ഗ്രാസ് ഹോപ്പറിന് എങ്ങനെയാണ്? ഇതുണ്ടോ? ഇത് ഒരെണ്ണം വലുത്, പിന്നെ അതുപോലെ തന്നെ ഇത് വേറൊരു സൈസ്, ഇതിന് വേറൊരു സൈസ്, ഇതിന് വേറൊരു സൈസ്. അപ്പൊ ഇതിനെല്ലാം തന്നെ എന്താണ്? ഡിഫറൻസ് ഉണ്ട് അല്ലെ. അതിന്റെ സൈസിൽ ഡിഫറൻസ് ഉണ്ട്. ഈക്വൽ ലെങ്തിലുള്ള അല്ലെങ്കിൽ ഈക്വൽ സൈസിലുള്ള ലെഗ്സ് ആണോ ഉള്ളത്? അല്ല. അപ്പോ ലെഗ്സിന്റെ പെക്യുലിയാരിറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത്തിന്റെ ഒരു മെഷർമെന്റിനെ വെച്ച് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ആ കാറ്റഗറിനെ അല്ലെങ്കിൽ പെയർഡ് ആയിട്ടുള്ള 2 പെയർസ് ഒബ്സർവബിൾ വിങ്സ് ഉള്ള ഓർഗാൻസിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടും അതിനെ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പം അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് ഇത്. എന്താണ്? ലെഗിന്റെ പെക്യുലിയാരിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ്? ഈക്വൽ ലെങ്ത് ഉള്ള ലെഗ് ഉള്ളവരെയും അൺഈക്വൽ ലെങ്ത് ലെഗ് ഉള്ളതിനെയും കൂടി എന്ത് ചെയ്തേക്കാണ്? ക്ലാസിഫൈ ചെയ്തേക്കാണ്. അപ്പൊ ഇതിന് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഇതിനകത്ത് തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇനി നമുക്ക് അൺഈക്വൽ ലെങ്ത് ഉള്ളതിന്റെ അകത്ത് പിന്നെ പ്രത്യേകിച്ച് ഇനിയും ക്ലാസിഫിക്കേഷൻ പോസിബിൾ അല്ല. ഇനി നമുക്കുള്ളത് ആരാണ്? 2 ഓർഗാനിസംസിനെ നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡ്രാഗൺ ഫ്ലൈയും ഒന്ന് നമ്മുടെ ബട്ടർഫ്ലൈയും. അപ്പൊ ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒബ്സർവ് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി അത് നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും, ഇതിന്റെ വിങ്സില് ചിലതിന് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വിങ് ആണ്. ട്രാൻസ്പെറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൈഡിൽ നോക്കി അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റുന്ന ആ ഒരു ഇതാണ് ട്രാൻസ്പെറന്റ് എന്ന് പറയുന്നത് അല്ലെ. ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റും. ഈ പറയുന്ന ഡ്രാഗൺ ഫ്ലൈയുടെ കേസിൽ നമുക്ക് ഈ പറയുന്ന വിങ്സിനകത്തൂടി അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ട്രാൻസ്പെറന്റ് വിങ് ആണ് ആർക്കുള്ളത്? നമ്മളുടെ ഡ്രാഗൺ ഫ്ലൈക്കുള്ളത്. ബട്ടർഫ്ലൈയുടെ നോക്കിയേ, വളരെ കളർഫുൾ ആയിട്ടുള്ള
ട്രാൻസ്പെറന്റ് അല്ലാത്ത വിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന വിങ്സിന്റെ ആ ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും, ഓർഗാനിസത്തിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന രണ്ട് ഓർഗാനിസത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ രീതിയിലായിരിക്കും ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പം ഒരെണ്ണത്തിന് എന്താണ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വിങ് ഉണ്ട്, അതുപോലെ മറ്റേതിന് എന്താണ്, നോൺ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വിങ്സ് ആയിരിക്കും കാണപ്പെടുന്നത് അല്ലെ. ഒന്നിന് എന്താണ് ട്രാൻസ്പെറന്റ് വിങ്സും മറ്റേതിന് എന്തായിരിക്കും, നോൺ ട്രാൻസ്പെറന്റ് വിങ്സും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നോക്കിയ ഇമേജില് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടായിരുന്നു അല്ലെ, ഒരുപാട് ക്യാരക്ടേഴ്സിന് സിമിലാരിറ്റീസും ഡിഫറൻസും ഉള്ള ഒരുപാട് ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. ആദ്യം അതിനകത്ത് വിങ്സ് പ്രസന്റ് ആയതിനെ അല്ലെങ്കിൽ ആബ്സെന്റ് ആയതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതിനുശേഷം എന്തായിരുന്നു നമ്മൾ ക്ലാസിഫൈ ചെയ്തേ, ഇതിന്റെ അകത്ത് സെയിം എത്ര നമ്പർ ഓഫ് വിങ്സ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തു. അതിനുശേഷം എന്താണ് നമ്മൾ ചെയ്തത്, ലെഗിന്റെ പെക്യൂലിയാരിറ്റി അല്ലെങ്കിൽ ലെഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് ഈക്വൽ ലെങ്തിലാണോ ലെഗ് ഉള്ളത് അല്ലെങ്കിൽ അൺഈക്വൽ ആയിട്ടുള്ള ലെഗ്സ് ആണോ ഉള്ളത് എന്നതിനെ ബേസ് നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. പിന്നീട് വീണ്ടും എന്ത് ചെയ്തു, ഈ പറയുന്ന ഈക്വൽ ലെങ്ത് ലെഗിനുള്ള ഓർഗാനിസിനെ വീണ്ടും അതിന്റെ വിങ്സ് ട്രാൻസ്പെറന്റ് ആണോ അല്ലയോ എന്നതിന്റെ ബേസിസിലും നമ്മൾ ഓർഗാനിസിനെ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ നടക്കത്തില്ല, കാരണം ഓൾറെഡി അതിന്റെ ക്ലാസിഫൈ ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം വരെ നമ്മൾ എത്തി. ഇനി വേറെ ഓർഗാനിസംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ വെച്ച് ക്ലാസിഫിക്കേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നോക്കുമ്പം നമുക്കറിയാം ഇത്തരത്തിലുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് കുറെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമുക്ക് കിട്ടിയ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഇത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന ഓർഗാനിസം നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ പല ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഗാനിസിനെ നമുക്ക് ഇത്രയും പെട്ടെന്ന് ക്ലാസിഫൈ ചെയ്ത് കിട്ടാൻ കാരണം എന്തായിരിക്കും, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഓർഗാനിസിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തത് അല്ലെ. അപ്പൊ നമ്മള് ഇത്തരത്തിൽ നമ്മൾ സയൻസിൽ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന ഓർഗാനിസത്തിനെ അതിന്റെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില സയന്റിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന പേരാണ് ടാക്സോണമിക് കീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ടാക്സോണമിക് കീസ് എന്ന് പറയുന്നത്, അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ഓർഗാനിസിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസിനെ നമുക്ക് തരികയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഇൻഡിക്കേറ്റേഴ്സ് വേണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, ചില ക്ലൂകൾ വേണം അല്ലെ. നമ്മളിപ്പോ ക്ലൂസ് എന്ന് പറയുന്ന പോലെ ചില ക്ലൂകൾ വേണം. ഇപ്പൊ നമ്മൾ ആദ്യം ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്യാനെടുത്ത ഒരു ഇൻഡിക്കേറ്റർ ആയിരുന്നു വിങ്സിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് അല്ലെ. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്ത ഇൻഡിക്കേറ്റർ ആയിരുന്നു നമ്പർ ഓഫ് വിങ്സ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അല്ലെ, നമ്പർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് എന്നുള്ളതായിരുന്നു രണ്ടാമതായിട്ട് നമ്മൾ എടുത്ത ഇൻഡിക്കേറ്റർ. മൂന്നാമത്തേത് ലെഗിന്റെ പെക്യൂലിയാരിറ്റിയെ ബേസ് ചെയ്തിട്ടായിരുന്നു, അതായത് എത്രമാത്രം, അതായത് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വൽ ലെങ്ത് ഉള്ളതുണ്ട് അല്ലെങ്കിൽ അൺഈക്വൽ ആയിട്ടുള്ള ലെങ്ത് ഉള്ളത് എത്രയാണ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അടുത്ത ക്യാരക്ടറിനെ നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി അതിനുശേഷം വന്ന ഒരു ക്യാരക്ടറിനകത്ത് വീണ്ടും കുറച്ച് ഓർഗാനിസം എന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഇൻഡിക്കേറ്റർ എന്തായിരുന്നു, നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ നമ്മളൊരു കണ്ട ക്യാരക്ടറാണ് ഈ പറയുന്ന രണ്ട് ഓർഗാനിസത്തിൽ ഒരെണ്ണത്തിന് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വിങ്ങുമാണ്, മറ്റൊരു എന്താണ് ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു വിങ്ങുമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ പല പല ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഓർഗാനിസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എന്ത് ചെയ്ത് ക്ലാസിഫൈ ചെയ്തത്. നമ്മൾ സയന്റിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, നമുക്ക് കിട്ടിയ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ പറയുന്ന പേരാണ് ടാക്സോണമിക് കീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അതായത് നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഓർഗാനിസം നമുക്ക് കിട്ടി, നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചുമ്മാതെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സയന്റിഫിക് ആയിട്ടുള്ള ചില ഇൻഡിക്കേറ്റേഴ്സ് നമുക്കുണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ടാക്സോണമിക് കീസ് എന്ന്
പറയുന്നത്. ഇപ്പൊ ടാക്സോണമി കീയുടെ ഡെഫിനിഷൻ ചോദിക്കുവാണെങ്കിൽ ഇത് എഴുതിയാൽ മതി. The scientific indicators used for identifying and classifying plants and animals. ഇപ്പൊ ടീച്ചർ പറഞ്ഞത് ആനിമൽസിന്റെ കേസ് മാത്രമാണ്. പക്ഷെ ആനിമൽസിനെ മാത്രമല്ല, ലിവിങ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതായത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഒരു ഓർഗാനിസിനെ നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഇപ്പൊ നമ്മൾ വെറുതെ നമ്മളൊരു ഫോറസ്റ്റിലൂടെ നടന്നു, അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ഓർഗാനിസിനെ കണ്ടു. അപ്പൊ നിങ്ങൾക്കറിയില്ല ഇത് എന്താണ്, ഇത് ഏത് ഓർഗാനിസം ആണ് എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ആ കാട്ടിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഓർഗാനിസിനെ കണ്ടു. പക്ഷെ നിങ്ങൾ ഇതുവരെ ആ ഒരു ഓർഗാനിസിനെ ഇതുവരെ കണ്ടില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഇൻസെക്ടിനെയാണ് കണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഇൻസെക്ടിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഇൻസെക്ട്സിന് വേണ്ടി തന്നെയുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഇൻഡിക്കേറ്റേഴ്സ് നോക്കി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ ഓർഗാനിസിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് ചിലതൊക്കെ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് വന്ന് ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഈ ഓർഗാനിസം ആണ് അല്ലെങ്കിൽ ഈ ഇൻസെക്ട് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക മാത്രമാണോ ചെയ്യുന്നത്? അപ്പൊ അതിന്റെ കുറെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ പറ്റിയത് കൊണ്ട് നമ്മൾ ആ ഓർഗാനിസിനെ മറ്റുള്ള ഓർഗാനിസത്തിൽ നിന്നും ക്ലാസിഫൈ ചെയ്ത് കൂടിയാണ് ചെയ്തത്. അപ്പൊ എന്താണ്, ഇത്തരത്തിലുള്ള സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർഗാനിസത്തിനെ, ഇതിപ്പം പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ടാക്സോണമിക് കീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട്, അതായത് ഒരുപാട് തരത്തിലുള്ള ടാക്സോണമിക് കീസ് ഉണ്ട്. ഇപ്പൊ ടീച്ചർ ഓൾറെഡി പറഞ്ഞു, ഇപ്പം ഇൻസെക്റ്റുകൾക്ക് വേണ്ടി തന്നെയുള്ള കീസ് ഉണ്ട്, അതുപോലെ തന്നെ ആംഫിബിയൻസിന് വേണ്ടി മാത്രമുള്ളതുണ്ടായിരിക്കും, അതുപോലെ ഫിഷസിനെ തന്നെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും ഉണ്ടായിരിക്കും. അപ്പം അത്തരത്തിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടാക്സോണമിക് കീ ആണ് ഡൈക്കോട്ടോമസ് കീ എന്ന് പറയുന്നത്. ഓക്കെ, ഡൈക്കോട്ടോമസ് കീ എന്ന് പറയുന്നത്. അപ്പം ഡൈക്കോട്ടോമസ് കീ എന്ന് പറയുമ്പോൾ ഡൈ എന്ന് വെച്ചാൽ എന്താണ്, രണ്ട്, അതുപോലെ തന്നെ രണ്ടെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ഡൈ എന്ന് വെച്ചാൽ രണ്ട്. അപ്പൊ രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് ഈ പറയുന്നതിൽ വരുന്നത്. അപ്പൊ ഈ ഡൈക്കോട്ടോമസ് കീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ കാണുന്നത് ഒരു ഡൈക്കോട്ടോമസ് കീക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒരു ഡൈക്കോട്ടോമസ് കീക്ക് എക്സാമ്പിൾ ആണ്. അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, ഇതിനകത്ത് ഓരോ ഇൻഡിക്കേറ്ററിനും രണ്ട് സബ് ആയിട്ടുള്ള പോയിന്റുകൾ കാണാൻ പറ്റും. ഇതൊരു ഇൻഡിക്കേറ്റർ ആണ് എങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്ററിന് രണ്ട് സബ് പോയിന്റുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ, രണ്ട് സബ് പാർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ സബ് പാർട്ടുകൾക്ക് നേരെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻസെക്ട് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്താണ്, മേഡ് ചെയ്തിരിക്കുന്നത് മോർ ദാൻ വൺ സെല്ലാണ്. അതൊരു ഇൻസെക്ട് ആണ്, അത് ഒരിക്കലും അത് യൂണിസെല്ലുലാർ ആയിരിക്കത്തില്ല. എന്തായിരിക്കും, അത് മൾട്ടി സെല്ലുലാർ ആയിരിക്കും. എന്താണ് മൾട്ടി സെല്ലുലാർ എന്ന് വെച്ചാൽ എന്താ, അതിന്റെ ബോഡി എന്ന് പറയുന്നത് ഒരുപാട് സെല്ലുകൾ കൊണ്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, മേഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു ഇൻസെക്ടിനെയാണ് കിട്ടിയത്. ഇൻസെക്ടിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് മൂന്നിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് കിട്ടിയത് മോർ ദാൻ വൺ സെല്ലുള്ള ഒരു ഓർഗാനിസം ആണ്. അപ്പൊ ഇതിനകത്ത് മൂന്നിലേക്ക് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നോക്കാം. മൂന്നിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇതിനകത്ത് ഓർത്തോട്രോപിക് എന്നും ഹെട്രോട്രോപിക് എന്നും പറയുന്ന, അതായത് മൂന്നാമത്തെ ഇൻഡിക്കേറ്ററിൽ എന്തുണ്ട്, രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ, രണ്ട് അഡീഷണൽ വേറെ അടുത്ത രണ്ട് ലീഡും കൂടി ഉണ്ട്. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ എന്തുണ്ട്, ഇതിനകത്ത് ഒരെണ്ണം കൊടുത്തേക്കുന്ന ഓട്ടോട്രോപിക് എന്ന് പറയുന്ന ഒന്നാണ്, രണ്ടാമത്തത് ഹെട്രോട്രോപിക്കുമാണ്. നമുക്ക് കിട്ടിയേക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻസെക്ട് ആണ്. നമ്മളൊരു ഇൻസെക്ടിനെയാണ് ഒബ്സർവ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇൻസെക്ടിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും അതെന്താണ്, ഒരു കാരണവശാലും അത് എന്തായിരിക്കത്തില്ല, ഓട്ടോട്രോപിക് ആയിരിക്കത്തില്ല. കാരണം അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് മൂന്നിൽ നിന്നും നമ്മൾ പിന്നെ നോക്കുന്നത് രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹെട്രോട്രോപിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് അല്ലെ. ഹെട്രോട്രോപിക്, നമുക്കറിയാം ഹെട്രോട്രോപിക് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാന്റ്സിനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസം ആണ് എന്ന് പറയുന്നത് ഹെട്രോട്രോപിക് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസെക്റ്റുകൾ എന്താണ്,
ഡയറക്റ്റ് ആയിട്ട് ചില ഇൻസെക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണ്, ഹെട്രോട്രോഫിക് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഓർഗാനിസം എന്ന് പറയുന്നത് ഒരു ഇൻസെക്ട് ആയിരുന്നു. അതെന്താണ്, മോർ ദാൻ വൺ സെൽ ഉള്ളത് കൊണ്ട് നമ്മളപ്പം മോർ ദാൻ വൺ സെൽ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നേരെ കൊടുത്തേക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. 3 നോക്കിയപ്പോൾ വീണ്ടും എന്താണ്, 3 എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ നോക്കിയപ്പോൾ അതിന് വീണ്ടും 2 ഡിവിഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പം ഇത്തരത്തിൽ 2 ഡിവിഷൻസ് ഉള്ള കീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈക്കോട്ടോമസ് കീ എന്ന് പറയുന്നത്. ഡൈക്കോട്ടോമസ് കീ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററിൽ തന്നെ 2 ഡിവിഷൻസ് വരും. അതിനെയാണ് നമ്മൾ ഡൈക്കോട്ടോമസ് കീ എന്ന് പറയുന്നത്. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, പ്ലാന്റ്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈ ഡൈക്കോട്ടോമസ് കീ പോലെയുള്ള ടാക്സോണമിക് കീസ് യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു, നമുക്ക് കിട്ടിയ ഇൻസെക്ട് എന്ന് പറയുന്നത് ഒരു ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ് അല്ലെ. ഒരു ഹെട്രോട്രോഫിക്, അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അവര് ഫുഡിന് വേണ്ടി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓർഗാനിസം എന്തായിരിക്കും, ഹെട്രോട്രോഫിക് ആയിരിക്കും. ക്ലിയർ അല്ലേ. അപ്പൊ ഈ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന് നേരെ നമ്മൾ നോക്കുമ്പം നമുക്ക് പിന്നെ കാണുന്ന നമ്പർ ഏതാണ്, 4 അല്ലെ. 4ാമത്തെ നമ്പറിലോട്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 4ാമത്തെ നമ്പറിലേക്ക് നമ്മൾ പോകുമ്പം അവിടെയും വീണ്ടും എന്താണ്, 2 കാറ്റഗറൈസേഷൻ കാണാൻ പറ്റും. അതിൽ ഒരെണ്ണം മൊബൈൽ എന്നാണ് എഴുതിയേക്കുന്നത്, രണ്ടാമത്തേത് ഇമ്മൊബൈൽ. മൊബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെൽഫോൺ അല്ല ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതൊരു മൂവ്മെന്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസം ആണോ എന്നുള്ളതാണ് മൊബൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്മൊബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അനങ്ങാതെ എന്താണ് ഒരു സ്ഥലത്തിന് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒന്നാണോ എന്നാണ് ഇമ്മൊബൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്, ഇതിനകത്ത് ഇമ്മൊബൈൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇൻസെക്ട് ആണ് നമ്മൾ കണ്ടേക്കുന്നത് അല്ലെ. അപ്പം ഇൻസെക്ട് ആയതുകൊണ്ട് തന്നെ അതെന്താണ്, മൊബൈൽ ആയിരിക്കും. വിച്ച് മീൻസ് ദേ ആർ ഏബിൾ ടു മൂവ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ലോക്കോമോഷന് വേണ്ടിയിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്താണ്, മൊബൈൽ ആണ്. അപ്പൊ ഈ മൊബൈലിന്റെ നേരെ നോക്കുമ്പോൾ അതെന്താണ്, അതൊരു അനിമേലിയ ആണ് എന്ന് മനസ്സിലാവും. അതായത് കിങ്ഡം അനിമേലിയയിൽ വരുന്ന ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ ഒരു ആനിമൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആനിമൽ ആണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇൻസെക്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആനിമൽ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ ഇൻസെക്ട്സിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എന്തുണ്ട്, ടാക്സോണമിക് കീ ഉണ്ട്. ആ ടാക്സോണമിക് കീ യൂസ് ചെയ്തിട്ടാണ് ഇത് ഏത് ഗ്രൂപ്പിൽ വരുന്ന ഇൻസെക്ട് ആണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ വരുന്ന ഇൻസെക്ട് ആണ്, ഈ ഇൻസെക്ടിന്റെ പേരെന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇത്തരത്തിലുള്ള ടാക്സോണമിക് കീസ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ഈ ടാക്സോണമിക് കീ ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലായില്ലേ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അറിയാത്ത ഒരു ഓർഗാനിസത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ന് പറയുന്നത് ഒരു ടാക്സോണമിക് കീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ. അപ്പോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടാക്സോണമിക് കീസിന് എന്താണ്, കണ്ടിന്യൂസ്ലി ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. അതായത് ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്, പുതിയ പെക്യുലിയാരിറ്റീസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പുതിയതായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കീസിലേക്ക് എന്ത് ആഡ് ചെയ്യും, ഓരോരോ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് എന്താണ്, ഈ പറയുന്ന ക്ലാസിഫിക്കേഷനും ഐഡന്റിഫിക്കേഷനും ഒക്കെ എളുപ്പമാക്കി തരാനായിട്ട് സഹായിക്കും. അപ്പോ ഇത്തരത്തില് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് ബയോളജിയിലുള്ള ഒരു പ്രോസസ്സാണ് അല്ലെ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതും ഒക്കെ ബയോളജി റിലേറ്റഡ് ആണ്. അപ്പൊ ഈ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? അതായത് ഇതിനെക്കുറിച്ച്, അതായത് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ട് ബയോളജിയിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ബ്രാഞ്ചോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമോ? ഉണ്ടായിരിക്കും അല്ലെ. അതായത് നമുക്കറിയാം, നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന ഓർഗാനിസത്തിനെ, നമ്മുടെ സറൗണ്ടിങ്സ് ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. അതിൽ വളരെ ചെറിയ പെർസെന്റേജ് ഓർഗാനിസത്തിനെ മാത്രമാണ് നമ്മൾ ഇപ്പൊ വരെ എന്ത് ചെയ്തേക്കുന്നത്, ഐഡന്റിഫൈ ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്തേക്കുന്നത്. ഇത് ഒരുപാട് ഓർഗാനിസത്തിനെ ഇനിയും ഒബ്സർവ് ചെയ്യാനും അതുപോലെ ഐഡന്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പം
അത്തരത്തില് നമ്മൾ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില നെയിമിംഗ് ഒക്കെ നൽകുക, ഇങ്ങനെയുള്ള ഒക്കെ ഫംഗ്ഷൻ ചെയ്യുന്ന ബയോളജിയിലെ ഒരു ബ്രാഞ്ച് ആണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ടാക്സോണമി എന്ന് പറയുന്നത്? ടാക്സോണമി എന്ന് പറഞ്ഞാല് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്? ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിന്റെ സിമിലാരിറ്റീസിനെയും ഡിഫറൻസസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നെയിമിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു ബയോളജിയുടെ ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സോണമി എന്ന് വെച്ചാൽ എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ഡീൽസ് വിത്ത് ദ ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നെയിമിംഗ് ഓഫ് ഓർഗാനിസം. ഓക്കെ, ഇത്ര മാത്രം ഓർത്താൽ മതി. എന്താണ്? ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടും എങ്ങനെയായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് അല്ലെ? നമുക്കറിയാം ഈ പറയുന്ന കീസിലൊക്കെ എന്തുണ്ട്? ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് സിമിലാരിറ്റീസിനെയും ഡിഫറൻസസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത്, പിന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന എല്ലാ ഓർഗാനിസത്തിനും ഒരേ പേരാണ്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളുടെ പപ്പായ അല്ലെങ്കിൽ കപ്ലങ്ങ, അതുപോലെ കർമൂസ, ഇങ്ങനെ പല പേരുകളിലാണ് നമ്മളുടെ പപ്പായ അറിയപ്പെടുന്നത് അല്ലെ? പപ്പായ നമ്മുടെ പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന പല പേരുകളിലാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതിന് ഒരേ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിം കൊടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു യുണീക്ക് നെയിം കൊടുക്കുന്നതും ഈ പറയുന്ന എന്താണ്? നമ്മുടെ ടാക്സോണമി എന്ന് പറയുന്ന ബ്രാഞ്ച് ആണ് അവയ്ക്ക് എന്ത് ചെയ്യുന്നത്? നെയിമിങ്ങിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നത്? ആവശ്യമുള്ള റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആരാണ്? ഈ പറയുന്ന ടാക്സോണമി ആണ്. ഓക്കെ, ആ ബ്രാഞ്ച് ആണ് എന്തിന്റെ ബേസ് എന്ന് പറയുന്നത്? ഈ പറയുന്ന ഓർഗാനിസത്തിന്റെ ഐഡന്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും നെയിമിങ്ങിനും ഒക്കെ ബേസ് ആയിട്ടുള്ളത്. അപ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ക്ലാസിഫിക്കേഷൻ, എലിഫന്റ്സിനെയും അതുപോലെ തന്നെ കാറ്റിനെയും നമ്മൾ തമ്മിൽ ക്ലാസിഫൈ ചെയ്തു. എങ്ങനെയൊക്കെയാണ് അതിന്റെ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഡിഫറൻസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നൊക്കെ നമ്മൾ നോക്കി. അതുപോലെ തന്നെ രണ്ടാമത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസിനെ എടുത്തിട്ട് അതിനെയും നമ്മൾ പല പല കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്തു. അപ്പൊ നമ്മൾ ചെയ്തപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്തത് ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു ഓർഗാനിസത്തിന്റെ എക്സ്റ്റേണൽ ഫീച്ചർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നടത്തുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് അല്ലെ? പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കുറെ സിമിലാരിറ്റീസ് ഉള്ള ഓർഗാനിസത്തിന്, നമുക്കിപ്പോ പൂച്ചേനെ കണ്ടു കഴിഞ്ഞാൽ ഇത് പൂച്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? അതുപോലെ പൂച്ചേനെയും അതുപോലെ തന്നെ ഒരു കടുവേനെയും കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് തമ്മിൽ പൂച്ചയും കടുവയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കും. അതുപോലെ ചില ഇന്റേണൽ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ്, അതിൽ ചില സിമിലാരിറ്റീസും ഡിഫറൻസസും ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ജനറ്റിക്കലി, അതായത് ഇവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ്? അവരുടെ ജനറ്റിക്കൽ ആയിട്ടുള്ള ചില കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ എല്ലാ ഓർഗാനിസത്തിലും ഒരുപോലെ ആയിരിക്കത്തില്ല ഇത് വരുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ക്ലാസിഫിക്കേഷന് വേണ്ടി, ഓർഗാനിസിന്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ ആണ് എന്നത് പറയുന്നത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗാനിസം ആരിൽ നിന്ന് വന്നു എന്നുള്ളത്, അതായത് അതിനകത്തെ സിമിലാരിറ്റീസ്, അതായത് അതിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന ഓർഗാനിസത്തിൽ നിന്നാണ് വന്നത് എന്ന് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുവാണ്? അത്തരത്തിൽ നമുക്ക് എവല്യൂഷണറി റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സോണമിയിൽ എന്ത് ചെയ്യുന്നത്? ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ലാതെ ചുമ്മാതെ ഈ കളറിന്റെ ബേസിസിലോ ജസ്റ്റ് കളർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ബോഡിയുടെ ഷേപ്പ് എന്ന് പറയുന്ന ഒന്ന് വെച്ചിട്ടായിരിക്കത്തില്ല ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. പകരം എന്താണ്? കുറച്ചുകൂടി എന്താണ്?
നമുക്ക് തന്നെ ഓക്കെ ഇത് ഇന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് എന്ന് തോന്നണമെങ്കിൽ അതിന് അത്രമാത്രം സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലേ നമുക്കത് തോന്നത്തുള്ളൂ ഇന്ന ഗ്രൂപ്പിലാണെന്ന്. ഇപ്പം പക്ഷികളാണെങ്കിൽ പക്ഷികളെല്ലാം ഒരു ഗ്രൂപ്പിൽ വരുന്നു, എന്നാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു പക്ഷിനെ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വേറൊരു ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇടത്തില്ല. അപ്പൊ അങ്ങനെ അത്രമാത്രം സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഒരു ഓർഗാനിസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫീച്ചേഴ്സിനെ കൺസിഡർ ചെയ്യാറുണ്ട്, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസിനെ എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ എവല്യൂഷണറി റിലേഷൻഷിപ്സുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ ടാക്സോണമി എന്താണെന്നും എങ്ങനെയാണ് ഈ ടാക്സോണമിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ ടാക്സോണമിയിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചു. പണ്ട് കാലം തൊട്ടേ നമ്മൾ ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു, പണ്ട് കാലം തൊട്ടേ ആനിമൽസിന് അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ ഒരു അടുക്കും ചിട്ടയും എന്ന് പറഞ്ഞ പരിപാടി. അപ്പം പണ്ട് തൊട്ടേ ഈ പറഞ്ഞ ടാക്സോണമിയിൽ കുറെ സയന്റിസ്റ്റുകൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ സയന്റിസ്റ്റുകളാണ് നമ്മുടെ ടാക്സോണമിയിൽ കോൺട്രിബ്യൂഷൻ തന്നേക്കുന്നത്, അവരെന്തൊക്കെ കോൺട്രിബ്യൂഷൻ തന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആളാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, അദ്ദേഹത്തിനെ ഫാദർ ഓഫ് ബയോളജി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത്. ആദ്യമായിട്ട് ഓർഗാനിസത്തിനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ ഒരാൾ നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. ഇദ്ദേഹം ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ, ഓർഗാനിസത്തില് റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ഓർഗാനിസത്തിനെയും അതില്ലാത്ത ഓർഗാനിസത്തിനെയും തമ്മിൽ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അതായത് റെഡ് ബ്ലഡ് സെൽ ഉള്ള ഓർഗാനിസിനെ ഒരു കാറ്റഗറി ആയിട്ടും റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്തതിനെ അടുത്തൊരു കാറ്റഗറി ആയിട്ടും എന്ത് ചെയ്തു, അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് എന്താണ്? ഫാദർ ഓഫ് ബയോളജി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് സാധാരണയായിട്ട് ഈ ഒരു പോർഷനിൽ നിന്നും ചിലപ്പം മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ എന്താണ് ഫസ്റ്റ് പെയറിലെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ട് സെക്കൻഡ് പെയറും തേർഡ് പെയറും എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാനൊക്കെ പറഞ്ഞ് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യുക, വലിയധികം മറന്നു പോവാതെ എന്താണ് ഈ ഒരു പോർഷനൊക്കെ എന്താണ് കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പേരും എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്നും ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആരായിരുന്നു? അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത്. അദ്ദേഹം എന്താണ് ടാക്സോണമിയിൽ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്, ഓർഗാനിസത്തിനെ എന്താണ് റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ഓർഗാനിസം എന്നും എന്നാൽ അതില്ലാത്ത അല്ലെങ്കിൽ വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ഓർഗാനിസം എന്നും രണ്ട് രീതിയിൽ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ, ക്ലാസിഫൈഡ് ദ ഓർഗാനിസം ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ദോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, അപ്പം റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ഓർഗാനിസം എന്നും അല്ലാതെ ഉള്ള ഓർഗാനിസം എന്നും എന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മളൊക്കെ ഏത് കാറ്റഗറി വരുന്നതാ? വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽ ആണോ അതോ വിത്ത് റെഡ് ബ്ലഡ് സെൽ ആണോ? ആയിരിക്കും നമ്മൾ ആരായിരിക്കും? നമുക്ക് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, അതുകൊണ്ടല്ലേ നമ്മുടെ രക്തമൊക്കെ ഇങ്ങനെ ചൊവ്വാതിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്താണ്, അരിസ്റ്റോട്ടിന്റെ കാറ്റഗറിയിൽ നമ്മൾ ആരാണ്? റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ആൾക്കാര് ആണ്. ഓക്കെ, ഇനിയും അടുത്ത ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരാളെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ആള്. ഇപ്പൊ തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ആള് ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ, അദ്ദേഹം ബോട്ടണിയുടെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ബോട്ടണി എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഏതാന്ന് നിങ്ങൾക്ക് അറിയാവോ? അതായത് ബോട്ടണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ബോട്ടണി എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോട്ടണി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്ലാന്റിന്റെ സ്റ്റഡീസിന്റെ ഒരു ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് നമ്മുടെ തിയോഫ്രാസ്റ്റസ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മനുഷ്യൻ. അപ്പൊ ഇദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന പ്ലാന്റ്സിനെ മെയിൻ ആയിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. അതായത് ആനുവൽ പ്ലാന്റ്സ് എന്നും ബൈനിയൽ പ്ലാന്റ്സ് എന്നും പെരനിയൽസ് എന്നും ഇങ്ങനെ 3 രീതിയിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് എന്താണ്? ഫാദർ ഓഫ് ബോട്ടണി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആനുവൽസ്, ബൈനിയൽസ്, പെരനിയൽസ് ഇങ്ങനെ പല രീതിയിൽ, അതായത് പ്ലാന്റ്സിനെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ കണ്ട അല്ലെങ്കിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്ത പ്ലാന്റ്സിനെ എന്ത് ചെയ്തു, അദ്ദേഹം ഈ ഒരു രീതിയിൽ ആനുവൽസ്, ബൈനിയൽസ്, അതുപോലെ തന്നെ പെരനിയൽസ് എന്നിങ്ങനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ഇതാണ് ആര് കൊടുത്ത കോൺട്രിബ്യൂഷൻ? നമ്മുടെ തിയോഫ്രാസ്റ്റസ് കൊടുത്ത കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇനിയും അപ്പൊ നമ്മള് പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പം എന്താണ്, ആനിമൽസിന്റെ കേസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു പല ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ടാക്സോണമിയിൽ ഒരുപാട് സയന്റിസ്റ്റുകൾ തന്നിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം.
ഓക്കെ, നെക്സ്റ്റ് ആളാണ് ചരകൻ എന്ന് പറയുന്നത്. ചരകൻ. അപ്പൊ ഈ ചരകൻ എന്ന് പറയുന്ന ആള് നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരനാണ്. ഓക്കെ, നമ്മളുടെ ഇന്ത്യക്കാരനായിട്ടുള്ള നമ്മളുടെ ഒരു സയന്റിസ്റ്റ് ആണ് നമ്മളുടെ ചരകൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ ആയുർവേദത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ ചരകനെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ആയുർവേദത്തിന്റെ ഫാദർ എന്ന് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അദ്ദേഹം ചരക സംഹിത എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതി. ഓക്കെ, ഒരു ബുക്ക് അദ്ദേഹം എഴുതി. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഏകദേശം 200ഓളം പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ ഡീറ്റെയിൽസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അന്നത്തെ പണ്ട് കാലത്തെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് അദ്ദേഹം 200ഓളം പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അദ്ദേഹത്തെ ഈ ചരക സംഹിത എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തു? ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ആയുർവേദത്തിന്റെ ഫാദർ എന്നറിയപ്പെടാൻ, അല്ലെങ്കിൽ ഫാദർ ഓഫ് ആയുർവേദ എന്നറിയപ്പെടാൻ കാരണം എന്തായിരിക്കും? ആയുർവേദത്തില് അല്ലെങ്കിൽ ആയുർവേദത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സിനെയും ഒക്കെ കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റഡി നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ആയുർവേദ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ആൾ ആരായിരുന്നു? ചരകൻ. ഓക്കെ, ഫസ്റ്റ് ആൾ ആരായിരുന്നു? ഫസ്റ്റ് ആളായിരുന്നു അരിസ്റ്റോട്ടില്. രണ്ടാമത്തെ ആളായിരുന്നു തിയോഫ്രാസ്റ്റസ്. മൂന്നാമത്തേത് ചരകൻ. ഓക്കെ, ഫസ്റ്റ് ആൾ ചെയ്ത കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? അരിസ്റ്റോട്ടിൽ എന്താ ചെയ്തേ? ആനിമൽസിനെ അല്ലെങ്കിൽ ഓർഗാനിസിനെ റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ഓർഗാനിസം എന്നും ഇല്ലാത്തതിനെ വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് രീതിയിൽ ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ബയോളജിയുടെ തന്നെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഇനി രണ്ടാമത്തെ നമ്മൾ തിയോഫ്രാസ്റ്റസ്. അദ്ദേഹം ചെയ്ത എന്തായിരുന്നു? അദ്ദേഹത്തിന് ബോട്ടണിയുടെ ഫാദർ എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അറിയപ്പെടുന്നത്. അദ്ദേഹം എന്തായിരുന്നു ചെയ്തത്? തിയോഫ്രാസ്റ്റസ് എന്തായിരുന്നു ചെയ്തത്? തിയോഫ്രാസ്റ്റസ് ചെയ്തിരുന്നത് പ്ലാന്റ്സിനെ എന്തൊക്കെയായിട്ട് ആനിമൽസ്, ബൈനിയൽസ്, പെരിനിയൽസ് എന്നിങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. ഇനി അടുത്തതായിരുന്നു ചരകൻ. ചരകൻ ചെയ്ത എന്താ? ചരകൻ ഫാദർ ഓഫ് ആയുർവേദ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ചരക സംഹിത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തില് എന്ത് ചെയ്തു? 200ഓളം പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഇൻക്ലൂഡ് ചെയ്ത് അദ്ദേഹം അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചരക സംഹിതയിൽ എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ചെയ്തു. അതാണ് നമ്മുടെ ചരകൻ ചെയ്ത കാര്യം. ഇനി അടുത്ത ഒരാളാണ് ജോൺ റേ എന്നറിയപ്പെടുന്ന മറ്റൊരു സയന്റിസ്റ്റ്. അപ്പൊ ഈ ജോൺ റേ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം 18,000 പ്ലാന്റ്സിനെ, അതായത് എത്രമാത്രം, അതായത് മോർ ദാൻ 18,000 പ്ലാന്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. അപ്പം റെക്കോർഡ് ചെയ്ത് എവിടെയായിരുന്നു? അദ്ദേഹം എഴുതിയ ഒരു ടെക്സ്റ്റ് ബുക്കിലാണ് അദ്ദേഹം ഈ പറയുന്ന 18,000 പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്തത്? ആഡ് ചെയ്തത്. വലിയ കാര്യമാണ് അല്ലെ? 18,000 പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ബുക്കിൽ ആഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമാണ്. അപ്പൊ ഈ ജോൺ റേ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തത്? ഏകദേശം 18,000ഓളം പ്ലാന്റ്സിന്റെ എന്ത് ചെയ്തു? ഡീറ്റെയിൽസ് എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം, നമുക്ക് ഈ പറയുന്ന നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പം നമ്മൾ അവിടെ ഫെമിലിയർ ആവുന്ന ഒരു ടേം ആണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്പീഷീസ് എന്നും എന്താണ് ആ ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നൊക്കെ നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ജസ്റ്റ് ഇത്രയും മാത്രം ഒന്ന് ഓർത്തു വയ്ക്കുക. ആദ്യമായിട്ട് ഈ പറയുന്ന സ്പീഷീസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തതും ആരായിരുന്നു? നമ്മുടെ ജോൺ റേ ആണ്. അപ്പൊ ജോൺ റേ ചെയ്ത കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? 18,000ഓളം പ്ലാന്റ്സിനെ അദ്ദേഹത്തിന്റെ പുസ്തകത്തില് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം റെക്കോർഡ് ചെയ്തു. അതുകൂടാതെ ആദ്യമായിട്ട് സ്പീഷീസ് എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്തത് ആരായിരുന്നു? ജോൺ റേ ആയിരുന്നു. ഇനി നമ്മളുടെ ഒരു വലിയൊരു കഥാനായകനെയാണ് നമ്മൾ അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നമ്മളുടെ ടാക്സോണമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹമാണ് കാൾ ലിനേയസ് എന്ന് പറയുന്നത്. കാൾ ലിനേയസ് അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി എന്നറിയപ്പെടുന്നത് ഈ പറയുന്നത് നമ്മുടെ കാൾ ലിനേയസിനെയാണ്. ഈ കാൾ ലിനേയസിനെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ കൂട്ടുന്നത് കൂടാതെ നിങ്ങൾ മുമ്പോട്ടേക്ക് പോകുമ്പോൾ
നിങ്ങളുടെ +1 കാലഘട്ടത്തിൽ പോലും ഈ കാലിനിയസ് നിങ്ങളുടെ കൂടുതലുണ്ടായിരിക്കും. പിന്നെ ബയോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോളജി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സസോ കാര്യങ്ങളോ ഒക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു പേരാണ് ഈ പറയുന്ന കാലിനിയസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലുതായത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി എന്നറിയപ്പെടുന്നത്, അല്ലെ? അപ്പൊ എന്തായിരിക്കും അദ്ദേഹം നൽകിയ കോൺട്രിബ്യൂഷൻ? അപ്പം ഇതിനകത്ത് അദ്ദേഹം നൽകിയ ഒരു മേജർ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ട ഒരു ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ഇത്തരത്തില് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർഗാനിസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഹൈറാർക്കിയിൽ അല്ലെങ്കിൽ ഓരോ റാങ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞു തന്നു ഒരു ടാക്സോണമിക്കൽ ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളുടെ ആരാണ്? നമ്മളുടെ ഈ കാൾ ലിനേയസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്നത് എന്താണെന്നും അത് ഏതൊക്കെ പാർട്ടുകളാണ് വരുന്നതെന്നും അതിനകത്തെ ഓരോരോ കാറ്റഗറി ഏതാണെന്നും നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെച്ചോളുക. ആരാണ് കാൾ ലിനേയസ്? ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി ആണ്. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് ചെയ്തത്? ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ അദ്ദേഹം ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം നൽകിയ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു, നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന ഓർഗാനിസത്തിനെ എല്ലാം പല പല പേരുകളിലാണ് അറിയപ്പെടുന്നത്, അല്ലെ? അതായത് ചിലതിനെ എക്സാമ്പിൾ ആയിട്ട് മുമ്പേ പറഞ്ഞ ടീച്ചർ പപ്പായ ആയിരുന്നു, അതിന് ഞങ്ങളുടെ നാട്ടിൽ കപ്പളങ്ങ എന്ന് പറയും. ചില നാട്ടിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് കറുമൂസ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ നാടുകളിലൊക്കെ പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പം ഇംഗ്ലീഷിൽ നോക്കുവാണെങ്കിൽ പപ്പായ. പക്ഷെ ഇതൊന്നും ഒരിടത്തും എല്ലായിടത്തും യൂണിവേഴ്സിറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരിടത്തും അതെന്താണ് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം അല്ല. ഇപ്പൊ പല സ്ഥലത്ത് ചെന്നാൽ പലതിനും പല പേരായതുകൊണ്ട് തന്നെ ഈ സാധനം ഇത് തന്നെയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാടാണ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ഈ പറയുന്ന ഈ സയന്റിസ്റ്റുകളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ കാളിനേസ് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സയന്റിഫിക് ആയിട്ടുള്ള ഒരു നെയിമിംഗ് നൽകാൻ പറ്റും. അപ്പൊ അദ്ദേഹം ഇത്തരത്തിൽ നമുക്ക് സയന്റിഫിക് നെയിമിംഗ് ചെയ്യാനായിട്ട് പല പല മെത്തേഡുകളുണ്ട്. പക്ഷേ നമ്മളുടെ കാളിനേസ് പ്രപ്പോസ് ചെയ്ത ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിരിക്കുന്നത്? എല്ലാവരും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇത് ഒത്തിരി പേര് ഇപ്പം മോസ്റ്റ് കോമൺലി നമ്മൾ പറയുന്ന പുതിയതായിട്ടൊരു ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നെയിമിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. അപ്പൊ ഇതെന്താണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ? അതുപോലെ തന്നെ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഏകദേശം ഇവിടെ കഴിയാറായി. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്, അതുപോലെ എന്താണ് ക്ലാസിഫിക്കേഷൻ, എന്തായിരുന്നു ക്ലാസിഫിക്കേഷൻ? ഓർഗാനിസത്തിനെ അതിന്റെ സിമിലാരിറ്റീസിനെ ഡിഫറൻസിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ്? കാറ്റഗറൈസ് ചെയ്യുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് കിട്ടിയ ഒരു ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അതിനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ബയോളജിയിൽ ഒരു ബ്രാഞ്ച് ആണ് ടാക്സോണമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ആ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ടാക്സോണമിക് കീസ് എന്ന് പറയുന്നത്. ഈ ടാക്സോണമിക് കീസ് എന്താണ്? നമുക്ക് ഓർഗാനിസത്തിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നെയിമിംഗ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാക്സോണമിക് കീ ആണ് ഡൈക്കോട്ടോമസ് കീ എന്ന് അറിയപ്പെടുന്നത്. ഈ ഡൈക്കോട്ടോമസ് കീയിൽ എന്തുണ്ടായിരിക്കും? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്ററിന് 2 സബ് ഡിവിഷൻസ് ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും താഴേക്ക് പോയി നമ്മൾ അതിനെ ഫൈനലി ആ ഒരു ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനിയും നമ്മൾ പഠിച്ചിരുന്നായിരുന്നു നമ്മുടെ ടാക്സോണമിയിൽ ഒരുപാട് സയന്റിസ്റ്റുകൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് പണ്ട് മുതലേ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തത്. അതൊക്കെ ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിൽ. പിന്നെ തിയോഫ്രാസ്റ്റസ് എന്ന് പറയുന്ന ആരായിരുന്നു? തിയോഫ്രാസ്റ്റസ് ആരായിരുന്നു? നമ്മളുടെ ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്ന
തിയോഫ്രാസ്റ്റസ്. പിന്നെ ജോൺറേ ആണ് സ്പീഷ്യസ് എന്ന് പറയുന്ന ഒരു വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതുകൂടാതെ എന്താണ്, അദ്ദേഹമാണ് എന്തിനെ ഹെൽപ്പ് ചെയ്തത്, ഏകദേശം 18,000-ഓളം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹം ഒരു ബുക്കിൽ എഴുതി ചേർത്തു അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനിയുള്ളതായിരുന്നു ചരകൻ നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരനാണ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ഏകദേശം 200-ഓളം പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അദ്ദേഹത്തിന്റെ ചരക സംഹിത എന്ന് പറയുന്ന ഒരു ബുക്കിൽ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളായിരുന്നു നമ്മളുടെ ആര്, നമ്മളുടെ മോഡേൺ ടാക്സോണമിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന കാൾ ലിനേയസ്. അദ്ദേഹമാണ് എന്താണ് ടാക്സോണമിക് ഹൈറാർക്കി എന്താണെന്നും അതിന്റെ ഓരോ ഹൈറാർക്കിയിലും എങ്ങനെയാണ് ഈ പറയുന്ന ഹൈറാർക്കി പോകുന്നത്, അതുപോലെ തന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരായിരുന്നു, കാൾ ലിനേയസ്. അപ്പൊ അദ്ദേഹത്തിനെ അതുകൊണ്ട് തന്നെ മോഡേൺ ടാക്സോണമിയുടെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. സംശയങ്ങൾ എന്തുമായിക്കോട്ടെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. Manorama Horizon, learning made simple.